അത് വളരെ വിചിത്രമായ ഒരു വാദമാണ്. നോക്കൂ സ്മൃതി, ഇപ്പോൾ കേരളം എന്ന് പറയുന്ന സംസ്ഥാനത്ത് ഒട്ടേറെ രാഷ്ട്രീയ കൊലപാതകങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ടി.പി. ചന്ദ്രശേഖരൻ എന്നയാളുടെ വധമല്ല ആദ്യത്തെ രാഷ്ട്രീയ കൊലപാതകം. അവിടെ ആ രാഷ്ട്രീയ കൊലപാതക പരമ്പര അവസാനിച്ചിട്ടുമില്ല. നമുക്കറിയുന്നത് പോലെ CPM രാഷ്ട്രീയ കൊലപാതകത്തിൻ്റെ പേരിൽ ആരോപണ വിധേയമായിട്ടുള്ള പാർട്ടിയാണ്. മുസ്ലിം ലീഗ് ആരോപണ വിധേയമായിട്ടുള്ള പാർട്ടിയാണ്. കോൺഗ്രസും അതുപോലെ തന്നെ BJPയും ഒക്കെ രാഷ്ട്രീയ കൊലപാതക ആരോപണങ്ങൾ നേരിട്ടിട്ടുള്ള പാർട്ടികളുമാണ്. കേരളത്തിന് രാഷ്ട്രീയ കൊലപാതകങ്ങൾ പുതിയ സംഭവമല്ല. എന്നാൽ എപ്പോഴും ഈ രാഷ്ട്രീയ കൊലപാതകങ്ങൾ നടത്തുന്നതാരാണ്? ഞാൻ കൊലപാതകം ശരിയാണോ തെറ്റാണോ എന്നത് സംബന്ധിച്ച് ചർച്ചയല്ല നടത്തുന്നത്. മറിച്ച് രാഷ്ട്രീയ കൊലപാതകങ്ങൾ നടത്തുന്നവർ ഭൂരിഭാഗവും ഈ ഏതെങ്കിലും രാഷ്ട്രീയ ആശയത്തിൽ വിശ്വസിച്ചുകൊണ്ട് ആ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ അനുഭാവികളായോ അല്ലെങ്കിൽ പ്രവർത്തകരായോ ഒക്കെ പ്രവർത്തിച്ചു വരുന്ന ആളുകളാണ് രാഷ്ട്രീയ കൊലപാതകങ്ങൾ നടത്താറുള്ളത്. അതുകൊണ്ട് തന്നെ ഈ രാഷ്ട്രീയ കൊലപാതകങ്ങൾക്ക് ശേഷം ഈ ആശയത്തിലുള്ള വിശ്വാസം, ആ ആശയത്തിലുള്ള വിശ്വാസം കൊണ്ട് തന്നെ അവരെ അതിനായി നിയോഗിക്കുന്നവരുടെ പേര് വെളിപ്പെടുത്തുകയോ അല്ലെങ്കിൽ ആ പാർട്ടിയെ കുറ്റപ്പെടുത്തുന്ന രീതിയിൽ എന്തെങ്കിലും പ്രതികരണങ്ങൾ പരസ്യമായി നടത്തുകയോ ഒന്നും ചെയ്യാറില്ല. എന്ന് മാത്രവുമല്ല, ഇത്തരത്തിൽ രാഷ്ട്രീയ കൊലപാതകങ്ങൾക്ക് ഇറങ്ങി പുറപ്പെടുന്ന ആളുകളുടെ കുടുംബങ്ങളെയൊക്കെ സംരക്ഷിക്കുന്ന രീതി അത് പല രീതികളിൽ, അതിപ്പം ഭാര്യയ്ക്കോ അല്ലെങ്കിൽ മറ്റു ബന്ധുക്കൾക്കോ ജോലി വാങ്ങിക്കൊടുക്കുക അല്ലെങ്കിൽ സാമ്പത്തിക സഹായം ചെയ്യുക, ഇതൊക്കെ വിവിധ പാർട്ടികൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കേരളത്തിൽ. അപ്പം അവർക്കെതിരെ ഏതെങ്കിലും തരത്തിൽ പാർട്ടി നേതൃത്വത്തിനെതിരെ ഏതെങ്കിലും തരത്തിലുള്ള വിമർശനങ്ങളുമായും വെളിപ്പെടുത്തലുകളുമായി ഇവരാരും വരുന്നത് നമ്മൾ കണ്ടിട്ടേയില്ല. എന്നാൽ ടി.പി. ചന്ദ്രശേഖരൻ വധവുമായി ബന്ധപ്പെട്ട ഒരു വ്യത്യാസം, രാഷ്ട്രീയ കൊലപാതകങ്ങളുടെ ചരിത്രത്തിൽ തന്നെ അതൊരു വലിയ വഴിമാറ്റം നടത്തിയ കൊലപാതകമാണ്. എന്താണത്? ആദ്യമായി കൊട്ടേഷൻ സംഘത്തെ ഉപയോഗിച്ചൊരു രാഷ്ട്രീയ എതിരാളിയെ ഇല്ലായ്മ ചെയ്യുന്നു. അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. രാഷ്ട്രീയ കൊലപാതകങ്ങളിലേക്ക് പിന്നിൽ ആശയ സംഘർഷം കൂടിയുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഫിസിക്കലായി ഒരാളെ ഇല്ലായ്മ ചെയ്യുന്ന ഒരു പ്രശ്നം നിലനിൽക്കുന്നുണ്ട്. അപ്പോഴും അതൊരു ആശയത്തിന് വേണ്ടിയിട്ടുള്ള പോരാട്ടമാണ്. ഞാൻ ഒരു നിലവാരത്തിലും കൊലപാതകത്തിന് ആയിരിക്കില്ല. പക്ഷേ ഇവിടെ കൊട്ടേഷൻ സംഘമാണ് ഈ കൊലപാതകം നടത്തുന്നത്. അതെന്ന് പറയുന്ന ഒരു ഡീലാണ്. ആ ഡീൽ എന്താണ്? ആ ഡീൽ എന്ന് പറയുന്നത് ഏതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ അവർ പോയി ടി.പി. ചന്ദ്രശേഖരനെ കൊല്ലുകയാണോ ചെയ്യുന്നത്? നമുക്കറിയാമല്ലോ, ടി.പി. ചന്ദ്രശേഖരനുമായി വ്യാപാര വ്യവസായ ബന്ധം പുലർത്തിയിരുന്ന ആളുകളൊന്നും അല്ലല്ലോ ഈ പറയുന്ന കിർമാണി മനോജ് ആണെങ്കിലും ട്രൗസർ മനോജ് ആണെങ്കിലും കൊടിസുനി ആണെങ്കിലും അണ്ണൻ സീത്താണെങ്കിലും. ഇവർ ടി.പി. ചന്ദ്രശേഖരനുമായി ഏതെങ്കിലും തലത്തിൽ ഒന്നിച്ച് പ്രവർത്തിച്ചിട്ടുള്ള ആളുകളുമല്ല. അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള വൈരാഗ്യം വ്യക്തിപരമായി ഉണ്ടാകേണ്ട കാര്യം ഇവർക്കിടയിലില്ല. അപ്പോൾ അത് കൃത്യമായൊരു രാഷ്ട്രീയ കൊലപാതകം തന്നെയായിരുന്നു. എങ്ങനെയാണ് ആ രാഷ്ട്രീയ കൊലപാതകം സംഭവിക്കുന്നത്? അതിനൊരു പശ്ചാത്തലമുണ്ടല്ലോ. ഇപ്പോൾ ടി.പി. ചന്ദ്രശേഖരൻ CPMന്റെ പ്രവർത്തകനായിരുന്നില്ലേ? അദ്ദേഹം CPMനുള്ളിൽ വളർന്നു വരുന്ന ചില ആശയങ്ങൾക്കെതിരായി പോരടിച്ച് ആ പാർട്ടിയിൽ നിന്ന് പുറത്തു പോവുകയും മറ്റൊരു പാർട്ടി രൂപീകരിക്കുകയും ആ പാർട്ടിക്ക് ആ പ്രദേശത്തൊരു സംഘടനാ ശക്തി സംജാതമാവുകയൊക്കെ ചെയ്തുകൊണ്ട് സ്വാഭാവികമായും ടി.പി. ചന്ദ്രശേഖരൻ CPMന്റെ കണ്ണിലെ കരടായി അദ്ദേഹത്തെ കുലംകുത്തി എന്ന് വിളിച്ചത് ഇന്നത്തെ മുഖ്യമന്ത്രിയായ അന്നത്തെ പാർട്ടി സെക്രട്ടറി പിണറായി വിജയനല്ലേ? ആ പദപ്രയോഗം അദ്ദേഹം ആവർത്തിച്ചിട്ടില്ലേ? അപ്പോൾ രാഷ്ട്രീയ ശത്രുത CPMനും ടി.പി. ചന്ദ്രശേഖരനും ഇടയിലായിരുന്നു എന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ല. ഇവിടെ ഒരു കൊട്ടേഷൻ സംഘത്തെ ഉപയോഗിച്ച് ടി.പി. ചന്ദ്രശേഖരനെ ഇല്ലായ്മ ചെയ്യുന്നു. എന്നിട്ട് ഈ പ്രതികളെല്ലാം ജയിലിലേക്ക് പോകുന്നു. പിന്നെ സംഭവിക്കുന്ന കാര്യങ്ങളൊന്നും നമ്മൾ ഇവിടെ നിന്ന് പറയേണ്ട കാര്യമില്ലല്ലോ എന്നേ. അത് കേരളത്തിലെ ജനങ്ങൾക്ക് പച്ചവെള്ളം പോലെ അറിയാവുന്നൊരു വാർത്തയാണ്. കാരണം വെച്ചാൽ ടി.പി. ചന്ദ്രശേഖരൻ്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് അകത്തുപോയ പ്രതികളെക്കുറിച്ചൊരു വലിയ സാമൂഹികമായൊരു നിരീക്ഷണം തന്നെ സംഭവിച്ചിട്ടുണ്ട്. അതായത് എപ്പോഴും അവരെന്ത് ചെയ്യുന്നു എന്ന കാര്യത്തിൽ സമൂഹം വളരെ ജാഗ്രതയോടെ ആ കാര്യങ്ങളൊക്കെ നിരീക്ഷിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇപ്പം മറ്റേതെങ്കിലും രാഷ്ട്രീയ കൊലപാതക കേസുകളിൽ പ്രതിയായിട്ടുള്ള ആളുകൾ അകത്തുനിന്ന് പുറത്തുനിന്ന് ആരെങ്കിലും അന്വേഷിക്കുന്നുണ്ടോ? അവിടെ അവർ പരോളിൽ പോയാൽ ആരെങ്കിലും ഒരു വാർത്തയാണോ? അങ്ങനെയൊന്നും സംഭവിക്കുന്നില്ല. പക്ഷേ ടി.പി. വധം എന്ന് പറയുന്നത് കേരളത്തെ പിടിച്ചു കുലുക്കിയ ഒരു രാഷ്ട്രീയ കൊലപാതകമാണ്. അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട് അകത്ത് കിടക്കുന്ന പ്രതികൾ പരോളിൽ പോയാൽ അത് വാർത്തയാകുന്നു. പരോളിൽ പോകാതെ തന്നെ ജയിലിനുള്ളിൽ അവർ അനുഭവിക്കുന്ന സൗകര്യങ്ങൾ വാർത്തയാകുന്നു. എന്തുകൊണ്ടാണ്? സമൂഹം, ഈ പൊതുസമൂഹം, അതുപോലെ തന്നെ മാധ്യമങ്ങളൊക്കെ വളരെ ശ്രദ്ധയോടെ അക്കാര്യം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഈ പറയുന്ന ഉപജാപക സംഘം, അതാണല്ലോ MP രാജേഷിൻ്റെ വാക്കെന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഇപ്പോൾ പാർട്ടി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ കോൺഗ്രസ് അനുഭാവമുള്ള അല്ലെങ്കിൽ പ്രതിപക്ഷ അനുഭാവമുള്ള പോലീസുകാർ ഈ കാര്യങ്ങൾ ചെയ്തതാണ് സർക്കാരിൻ്റെ പ്രതിച്ഛായയെ നശിപ്പിക്കാൻ വേണ്ടി കരുതുകൂട്ടി നടത്തിയൊരു നീക്കമാണ് എന്നുള്ള ആരോപണമാണല്ലോ ഉന്നയിക്കുന്നത്. പക്ഷേ അത് വെള്ളം തൊടാതെ വിഴുങ്ങുന്നൊരു പൊതുസമൂഹം അല്ല ഈ പറയുന്നത് കേരളത്തിലുള്ളത്. നമുക്കറിയാമല്ലോ, ഈ പ്രതികളെ സംരക്ഷിക്കാനും ഈ പ്രതികൾക്ക് സൗകര്യങ്ങൾ ഏർപ്പെടുത്തി കൊടുക്കാനും കമ്മ്യൂണിസ്റ്റ് CPMൻ്റെ നേതാക്കൾ തന്നെ പലതവണ പരസ്യമായി രംഗത്ത് വന്നിട്ടില്ല. ഇപ്പോൾ ഈ പ്രതികൾ മർദ്ദിക്കപ്പെട്ടു ജയിലിനുള്ളിൽ എന്ന് പറഞ്ഞപ്പോൾ അവിടെ ആദ്യം ഓടിച്ചെന്നതാരാണ്? CPMൻ്റെ പോളിറ്റ് ബ്യൂറോ അംഗമായ CPMൻ്റെ സംസ്ഥാന സെക്രട്ടറിയായ കോടിയേരി ബാലകൃഷ്ണനാണ് അവിടെ ചെന്നത്. എന്നിട്ട് മാത്രമല്ല, അതൊരു പരസ്യമായ സന്ദർശനമായിരുന്നു കേട്ടോ, രഹസ്യമായ സന്ദർശനമല്ല. എന്ന് മാത്രമല്ല, മാധ്യമങ്ങളുടെ മുമ്പിൽ വന്നെന്ന് അദ്ദേഹം പറയുകയും ചെയ്തു, ഇവിടെ ഇവരായിട്ട് മർദ്ദിക്കുകയാണ്, ഞങ്ങൾ അധികാരത്തിലുള്ളത് ഞങ്ങളും തിരിച്ചതുപോലെ ചെയ്യും എന്ന് പറഞ്ഞു. എന്താണ് ഈ പറയുന്ന CPMൻ്റെ സംസ്ഥാന സെക്രട്ടറിക്കും അല്ലെങ്കിൽ CPMൻ്റെ സംസ്ഥാന നേതൃത്വത്തിനും ഈ കൊടിസുനിയുമായും ട്രൗസർ മനോജുമായും അല്ലെങ്കിൽ അണ്ണൻ സീത്തുമായിട്ടൊക്കെയുള്ള ബന്ധം? അവരങ്ങനെ എന്താ പറയുക, പുറത്തൊരു വലിയ രാഷ്ട്രീയ സമരം നടത്തി അല്ലെങ്കിൽ സ്വാതന്ത്ര്യ സമരം
സമരം നടത്തിയിട്ട് ഒരു ആശയ പോരാട്ടം നടത്തിയിട്ട് രാഷ്ട്രീയ തടവുകാരായി ജയിലിൽ കിടക്കുന്ന ആളുകളാണോ? അങ്ങനെയാണ് എങ്കിൽ ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയ്ക്കോ ഒരു പൊതു സമൂഹത്തിൽ പ്രവർത്തിക്കുന്ന പാർട്ടി എന്നുള്ള നിലയ്ക്കോ അതിൻ്റെ നേതൃത്വത്തിനോട് പോയി കാണുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല. ഇത് വളരെ എന്താ പറയുക, കൊലപാതക കേസിൽ കേരളം മുഴുവൻ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കൊലപാതക കേസിൽ പാർട്ടി എപ്പോഴും അകന്നു നിൽക്കാൻ ശ്രമിക്കുന്ന ഒരു കൊലപാതക കേസ് അല്ലേ? അങ്ങനെ ഒരു കേസിൽ പെട്ടുകിടക്കുന്ന പ്രതികളെ അവർ അവിടെ അനുഭവിക്കുന്ന ദുരിതങ്ങൾ നേരിട്ട് മനസ്സിലാക്കാൻ പാർട്ടി സംസ്ഥാന സെക്രട്ടറി തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത വിധത്തിൽ ഈ പ്രതികൾക്കൊക്കെ എത്ര ദിവസങ്ങളാണ് പരോൾ നൽകിയിരിക്കുന്നത്. ഓരോരുത്തർക്കും ലഭിച്ചിരിക്കുന്ന പരോൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം 250 ദിവസം കൊടുക്കുക, അല്ലെങ്കിൽ 300 ദിവസം, 360 ദിവസം, 900 ദിവസം രാജ്യത്ത് ഈ സംസ്ഥാനത്ത് ഒരു പ്രതി 900 ദിവസത്തോളം പരോളിൽ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വളരെ എന്താ പറയുക ഔദാര്യത്തോടുകൂടി പരോൾ നൽകുക. ഇപ്പോൾ ഏറ്റവും അവസാനം കണ്ടത് എന്താ, ഒരു കേസിൽ അതായത് TP കേസിൽ മാത്രം പങ്കാളിത്തമുള്ള 10 പ്രതികൾക്ക് ഒരുമിച്ചല്ലേ പരോൾ കൊടുത്തത് ഏതാനും ആഴ്ചകൾക്ക് മുമ്പ്. അതെ, 10 പേർക്ക് ഒരുമിച്ച് പരോൾ കൊടുക്കുക. എന്താണ് ബാധ്യത CPM-ന് ഈ പ്രതികളുമായിട്ടുള്ളത്? അതാണല്ലോ ചർച്ച ചെയ്യപ്പെടുന്നത്. ഇനിയിപ്പോൾ ഈ പ്രതിപക്ഷത്തിൽ നിന്നുള്ള ചില പോലീസുകാർ ഇങ്ങനെ സർക്കാരിൻ്റെ പ്രതിച്ഛായ അങ്ങ് തകർത്ത് കളയാമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനൊരു ഉപജാപം നടത്തിയെന്ന് നമ്മളങ്ങ് വിശ്വസിച്ചേക്കാം, ശരി. പക്ഷേ നിങ്ങൾ ഈ പ്രതികൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന സൗജന്യങ്ങൾ, നിങ്ങൾ ഈ പ്രതികൾക്ക് കാലാകാലങ്ങളായി നൽകിക്കൊണ്ടിരിക്കുന്ന ഔദാര്യങ്ങൾ, നിങ്ങൾ ഈ പ്രതികൾക്ക് ജയിലിനകത്തും പുറത്തുമായി നൽകിക്കൊണ്ടിരിക്കുന്ന എന്താ പറയുക സൗകര്യങ്ങൾ, ഇതെല്ലാം തന്നെയും പൊതുസമൂഹം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതെന്തിനാണ് നിങ്ങളിങ്ങനെ കഷ്ടപ്പെട്ട് ഇവരെ ഇങ്ങനെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്? അങ്ങനൊരു ചോദ്യമുണ്ടല്ലോ. ഇത് മാത്രമല്ല, ഇപ്പം മുഹമ്മദ് ഷാഫി കല്യാണം കഴിച്ചപ്പോഴത്തേക്ക് ആരാണ് അവിടെ പോയി നിന്നത്? ഈ പറയുന്ന AN ഷംസീർ നിന്ന് സ്പീക്കറായിരിക്കുന്ന അദ്ദേഹമാണ് നേരെ അവിടെ പോയി അതിൻ്റെ ഒരു കാർമ്മികത്വത്തിൽ പങ്കാളിയായി നിന്നത്. ആ രീതിയിലൊക്കെ എല്ലാ തരത്തിലും ഇവരുമായി എല്ലാ ഘട്ടത്തിലും അസോസിയേറ്റ് ചെയ്ത് നിൽക്കുന്നത് എന്തുകൊണ്ടാണ്? അവിടെയാണ് ഞാൻ ആദ്യം പറഞ്ഞ പ്രശ്നം. രാഷ്ട്രീയ കൊലപാതകത്തിന് പിന്നിൽ ഒരാശയത്തിൻ്റെ വിശ്വാസവുമായി ബന്ധപ്പെട്ട് ഒരാളെ ഇല്ലായ്മ ചെയ്യാൻ പുറപ്പെടുന്നയാൾ ആ പാർട്ടിയുടെ നേതൃത്വത്തെ ഒരു നിലവാരത്തിലും സമ്മർദ്ദത്തിലാക്കില്ല. എന്നാൽ നിങ്ങളൊരു കൊട്ടേഷൻ സംഘത്തെ ഉപയോഗിച്ച് ഒരാളെ ഫിസിക്കലി ഇല്ലായ്മ ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് ആ രാഷ്ട്രീയ പ്രസ്ഥാനവുമായിട്ട് യാതൊരു ബന്ധവുമില്ല, ആ ആശയവുമായിട്ട് യാതൊരു ബന്ധവുമില്ല, ആ പാർട്ടിയോട് യാതൊരു പ്രതിബദ്ധതയില്ല. പിന്നെന്താ വേണ്ടത്? അതൊരു ഡീലാണ് എങ്കിൽ ഞങ്ങളെ സംരക്ഷിക്കണം, ഞങ്ങളെ പുറത്തിറക്കണം, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇന്ന സൗകര്യങ്ങൾ ചെയ്തു തരണം. അങ്ങനൊരു സമ്മർദ്ദം ഉണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതെല്ലാം ചെയ്യേണ്ടി വരും. നോക്കൂ, ഈ സർക്കാരിൻ്റെ ഇന്നിപ്പോൾ പ്രതിപക്ഷ നേതാവ് സഭയിൽ ഉന്നയിച്ച എത്ര ഗുരുതരമായ പ്രശ്നങ്ങളാണ്. ഈ ഓരോ ഘട്ടത്തിലും എങ്ങനെയാണ് ഈ പ്രതികളെ പുറത്തേക്ക് വിടാൻ കഴിയുന്നത്? അങ്ങനെ ആലോചിച്ച് ആസൂത്രിതമായി പല പല നീക്കങ്ങൾ നടത്തിയതിൻ്റെ തെളിവാണല്ലോ ഇന്ന് VD സതീശൻ സഭയിൽ പറഞ്ഞത്. 2018 ഒരു നിയമം ഉണ്ടാക്കുന്നു. എന്താണ് ആ നിയമം? മാനദണ്ഡങ്ങൾ ഉണ്ടാക്കുന്നു. മാനദണ്ഡങ്ങൾ എന്താ ഉണ്ടാക്കുന്നത്? ഈ പറയുന്ന തടവുകാർക്ക് ശിക്ഷാ ഇളവ് നൽകുന്നതുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി ആവശ്യപ്പെട്ടതിൻ്റെ പ്രകാരം എല്ലാ സംസ്ഥാനങ്ങളും അതുമായി ബന്ധപ്പെട്ട മാനദണ്ഡങ്ങൾ ഉണ്ടാക്കിയപ്പോൾ കേരളവും മാനദണ്ഡം ഉണ്ടാക്കി. ആ മാനദണ്ഡ പ്രകാരം 14 വർഷം പൂർത്തിയാക്കാതെ ഒരാളെ പോലും ഇളവ് കൊടുക്കാൻ കഴിയില്ല എന്ന് കേരളം സമ്മതിച്ചിട്ടുണ്ട്. എന്നാൽ 2022 ഇത് മാറ്റുകയാണ്. 2022 ഈ പറയുന്ന ചട്ടത്തിലെ ഈ 11ാമത്തെ ഭാഗം എടുത്ത് മാറ്റുന്നു. എന്തിനാണ്? ആസൂത്രണമാണ്. അതാണ് ആരോപിക്കപ്പെടുന്നത്. അത് മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ ഈ ഇളവ് കൊടുക്കാം. അതായത് ആ മാനദണ്ഡം എടുത്ത് കളയാണ് എന്ന് മാത്രമല്ല, കേരള നിയമസഭ 2010 പാസ്സാക്കിയ ജയിൽ ചട്ടമുണ്ട്. ആ ജയിൽ ചട്ടത്തിൽ ആകെ ഈ പറയുന്ന ശിക്ഷാ കാലാവധിയുടെ 1/3 മാത്രമേ പരോൾ നൽകാൻ പാടുള്ളൂ എന്നൊരു വ്യവസ്ഥയുണ്ട്. ആ 1/3 പരോൾ നൽകിയാലും അത് പൂർണ്ണമായി അനുഭവിക്കണം കേട്ടോ. ഇപ്പോൾ 14 വർഷം ജയിലിൽ കിടക്കുന്ന ഒരാൾക്ക് 2 വർഷം പരോൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ 16 വർഷമായിട്ടല്ല ശിക്ഷ നീളും. ആ ശിക്ഷ അത് പൂർണ്ണമായി അനുഭവിക്കണം. അപ്പോൾ ആ 1/3 കാലയളവിൽ കൂടുതൽ പരോൾ നൽകാൻ പാടില്ല എന്നുള്ളത് 2010 ജയിൽ ചട്ടമാണ്. 2022 ഇതും മാറ്റുന്നു. എങ്ങനെയാണ്? നിയമസഭയിൽ ചർച്ച ചെയ്ത് പ്രതിപക്ഷമടക്കം പിന്തുണച്ച് പാസ്സാക്കിയ ഒരു ജയിൽ ചട്ടം ഒരു ഗവൺമെൻറ് ഉത്തരവ് വഴിയാണ് തിരുത്തുന്നത്. അങ്ങനെ സഭയെ തന്നെ ബൈപ്പാസ് ചെയ്തുകൊണ്ടാണ് ഇത്തരം ഒരു തിരുത്തൽ വരുത്തുന്നതെന്ന് VD സതീശൻ ഇന്ന് സഭയിൽ പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ എന്തിനാണ്? ഇതൊക്കെ ആരെ സംരക്ഷിക്കാനാണ്? ഇതിൻ്റെ എല്ലാം പിൻബലത്തിലാണെന്നേ ഇപ്പോൾ ഈ പറയുന്ന 4 പേരെ വിടാൻ. നമ്മൾ ഇതുവരെ സംസാരിച്ചുകൊണ്ടിരുന്ന 3 പേരെ കുറിച്ചായിരുന്നല്ലോ. ഇന്നാണ് ആ ട്രൗസർ മനോജ് കൂടി ഇതിനകത്തുണ്ട് നമ്മൾ അറിയുന്നത്. അപ്പോൾ അതിൻ്റെ കാര്യം എന്താ? അതിൻ്റെ കാര്യം ഇന്നലെ അയാളുടെ വിടുതലുമായി ബന്ധപ്പെട്ട് രമയുടെ മൊഴിയെടുക്കുകയാണ്. എപ്പോഴാണ്? നിയമസഭയിൽ സ്പീക്കർ അടക്കമുള്ള ആൾ, സ്പീക്കറാണോ ഇത് പറയേണ്ടതെന്നുള്ളത് വേറെ ചർച്ചയാണ്, അത് അടുത്ത ഘട്ടത്തിൽ സംസാരിക്കാം. സ്പീക്കർ അടക്കമുള്ളവർ ഇത് കേവലം അഭ്യൂഹമാണെന്നും ഇങ്ങനൊരു നീക്കവും നടത്തിയിട്ടില്ലെന്നും നിയമമന്ത്രി അടക്കമുള്ള ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് പോലീസ് അവരുടെ പരിപാടികളായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ കേരളത്തെ ഇതുമായി ബന്ധപ്പെട്ട് തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചു. ഒരു കാര്യം വളരെ വ്യക്തമാണ്. TP ചന്ദ്രശേഖരൻ്റെ വധമെന്ന് പറയുന്നത് CPM അതിനെ എത്ര അതിൽ നിന്ന് അകറ്റി നിർത്തിയാലും നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഓരോ പ്രവൃത്തികളിലൂടെയും നിങ്ങൾക്ക് ആ കൊലപാതകവുമായുള്ള ബന്ധം വെളിപ്പെട്ട് വരികയാണ്. അത് സമൂഹത്തിന് മുന്നിൽ ഒരു ചർച്ചയായി മാറിക്കൊണ്ടിരിക്കുന്നു എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അതുകൊണ്ട് ഞാൻ ഈ ചർച്ചയുടെ
അതായത് ഈ വിഷയം വന്ന ദിവസം ഞാൻ ആദ്യം എടുത്തൊരു നിലപാടുണ്ടത് ഈ പ്രശ്നം, ഈ നീക്കം എന്ന് പറയുന്നത് അത് ഇനിയിപ്പോൾ ആരുടെ പേരിൽ നിങ്ങൾ ചുമത്തിയാലും ഏതൊക്കെ ഉദ്യോഗസ്ഥന്മാരെ നിങ്ങൾ പുറത്താക്കിയാലും ഈ വിഷയം, ഈ വിവാദം എന്ന് പറയുന്നത് ഈ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം, അതുപോലെ തന്നെ ഈ സർക്കാരിന് നേതൃത്വം കൊടുക്കുന്ന CPM-നെ സംബന്ധിച്ചിടത്തോളം ഹൈലി ഡാമേജിങ് ആണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ എന്താ പറയുക, വളരെ വികൃതമായൊരു രൂപത്തിലേക്ക് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നു. നിങ്ങൾ എത്രത്തോളം നിങ്ങളെ പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നുവോ അത്രത്തോളം നിങ്ങളുടെ മുഖം വികൃതമായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളൊരു രാഷ്ട്രീയ യാഥാർത്ഥ്യം നിങ്ങൾ തിരിച്ചറിയേണ്ടതുണ്ട്. ആ രാഷ്ട്രീയ യാഥാർത്ഥ്യം നിങ്ങൾ തിരിച്ചറിഞ്ഞില്ല എങ്കിലും കേരളം തിരിച്ചറിയുന്നുണ്ട് എന്നാണ് എൻ്റെ ആദ്യത്തെ ടേക്ക്. Meet the editors.